കേരളത്തിലെ ബ്രസീൽ ആരാധകരെ സംബന്ധിച്ച് തീർത്തും നിരാശാജനകമായ മത്സരമായിരുന്നു ബ്രസീൽ നോർവേ മത്സരം. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ബ്രസീലിനെ തോൽപ്പിച്ച് നോർവേ ചരിത്രത്തിൽ ആദ്യമായാണ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചത്. കേരളത്തിലെ ഫാൻ ഫൈറ്റിൽ ഒരറ്റത്തുണ്ടായിരുന്ന ബ്രസീലിന്റെ മടക്കം ആരാധകരെ ഞെട്ടിച്ചു കളഞ്ഞു. കോഴിക്കോട് പുതിപ്പാലത്തെ ബിഗ് സ്ക്രീനിന് മുന്നിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ലോകകപ്പിൽ നിന്നും ബ്രസീൽ പുറത്താകുമ്പോൾ കേരളത്തിലെ ബ്രസീൽ ആരാധകരെ സംബന്ധിച്ച് തീർത്തും നിരാശാജനകമായ ഒരു കളിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയുണ്ടായിരുന്നു കളി? എന്താ പറയാ? അടിപൊളി 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 തോറ്റു പറയാലോ. 4 കളികളിലായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്രസീൽ പൊട്ടിയ കളികളാണ്. ഇതിൽ വലിയ പ്രതീക്ഷ ഇല്ലായിരുന്നു. ഒന്നും പറയാനില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ശരിയായില്ല. ലൂക്കേനെ അതുപോലെ തന്നെ മാർട്ടിനിൽ നിന്നും വലിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അവർ നല്ല ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഒരാവശ്യമില്ലായിരുന്നു സെക്കൻഡ് ഹാഫിൽ അവർ സബ് ചെയ്യേണ്ടത്. ഈ ഹെൻട്രിക്കിനൊന്നും ഇറക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. വെറുതെ കളി നശിപ്പിച്ചു. എന്താണ് പറയാനുള്ളതെന്നില്ല. നല്ല കളിയാണ്, നല്ല അടിപൊളി കളിയാണ്. ബ്രസീൽ നെയ്മറിനെ ആദ്യം ഇറക്കേണ്ടി, അതിനെ കൊണ്ട് പോയി. പറയാനില്ല, ഭയങ്കര ടെൻഷനാണ്. നെയ്മർ ഇറങ്ങിയതിലൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. എന്നാലും ഒരു പെനാൽറ്റി അടിച്ചു, അത് ഫിനിഷ് ചെയ്ത്. അവരോടിപ്പോൾ ഒന്നും ചോദിക്കേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും പറയാനുണ്ടാവില്ല. എന്നാലും നല്ല കളിയുന്നു, ഗംഭീര പെർഫോമൻസ് ചെയ്യുന്നു. പിന്നെ നമുക്ക് നല്ല സങ്കടമുണ്ട്. അർജന്റീന ഫാൻസായി നമുക്ക് നല്ല സങ്കടമുണ്ട്. ഓരോ നമ്മളെ കൂടെ ഉണ്ടാവണേ, നമുക്ക് സെമിയിലൊക്കെ കിട്ടണേനും. പക്ഷേ നിർഭാഗ്യവശാൽ അല്ലല്ല അലിഭായ്, നിർഭാഗ്യവശാൽ നമുക്ക് കിട്ടിയില്ല. പക്ഷേ ഓരില്ലാണ്ട് നമുക്കൊരു ഫുട്ബോൾ മേഖല ഇല്ല സത്യത്തിൽ. ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും സത്യം പറഞ്ഞാല് കളി നമ്മൾ പ്രതീക്ഷയാണ്. എന്ത് ബ്രസീലും അർജന്റീനയും ഒരു സെമി ഫൈനൽ കാണണം എന്നുള്ളത് സത്യത്തിൽ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചില്ല. പക്ഷെ എന്താ ചെയ്യുക, 2022 ഇതെന്നാ സ്ഥിതി. നമ്മൾ അർജന്റീന കാത്തു നിൽക്കാൻ പറഞ്ഞു, പക്ഷെ കാത്തു നിന്നില്ല. അവരെ വൈക്കി പോയി. സങ്കടമുണ്ട് എന്തായാലും, വളരെ സങ്കടമല്ലോ. ഇതും കൂടി കൂട്ടി 28 കൊല്ലായി. കാരണം 2002 ശേഷം ഒരു യൂറോപ്യൻ ടീമിനോട്, ലാസ്റ്റ് ജർമ്മനിയോട് തോറ്റല്ല, ഒരു യൂറോപ്യൻ ടീമിനെ അവർ ജയിച്ചിട്ടില്ല. 2002 ശേഷം ഒരു യൂറോപ്യൻ ടീമിന് 2002 വേൾഡ് കപ്പ് ഫൈനലിൽ ശേഷം ഒരു യൂറോപ്യൻ ടീമിന് നോക്കൌട്ടിൽ ബ്രസീൽ ജയിച്ചത് ചരിത്രം ആവർത്തിച്ച് നോർവേനെ കിട്ടിയപ്പോൾ നമ്മൾ ഉറപ്പായിരുന്നു ചോദ്യം ചോദിക്കല്. മത്സരത്തിൽ പറയാൻ പറ്റിക്കരുത്. ഒരു സംഘടനത്തിൽ നമ്മളോട് ഉൾക്കൊള്ളുന്നത് ഓരോ സംഘടന നമ്മൾ അയൽവാസിയാണ്, നമ്മളെ കാര്യപ്പെട്ട ആളാണ്. 5 കപ്പ്, 3 ചിമ്പിളി കപ്പ്, 2 ഗോൾ കപ്പ് ഓരോ ഒരിക്കലും കരീപ്പിക്കരുത്. ഏഴാന്തി വരെ ഒരു മാന്ത്രികന്റെ കളി ഏഴാന്തി ഉണ്ട്. വരിക, കളി കാണുക, ആസ്വദിക്കുക. ഏഴാന്തി അമ്പം കളി നാളെ നമ്മൾ കാണിക്കുക. ഏഴാന്തി കാണിക്കുക. സെമിയിൽ കാത്തുന്ന ഈ കൊല്ലം കാത്തിക്കും. നിങ്ങൾ വരാൻ മറക്കരുതോ. കഴിഞ്ഞാലും പറഞ്ഞ മാറ്റി. 2 ഫാൻസായിരിക്കാണ് സങ്കടം. പോർച്ചുഗൽ ബ്രസീൽ ഫാൻസിനാണ് സങ്കടം. ഒരു കളിയില്ല. പോർച്ചുഗൽ 2 ഫാൻസൊക്കെ സങ്കടം. പോർച്ചുഗലും ബ്രസീലാരത് ബ്രസീൽ വന്നിക്കണ ഇവിടെ. ബ്രസീലിനേക്കാൾ പേടിയാണ് പോർച്ചുഗൽ ഫാൻസിന്. വലിയ നിരാശയുണ്ട്. മെസ്സിനെ പോലെ ഒരു പ്ലെയർ ഇല്ല ബ്രസീലായിരിക്കും, അതാണ് സത്യം. ഒരു കുടുംബനാഥനില്ലാത്ത വീടായി പോയി ബ്രസീലിന്റെ ടീം. ഇന്ന് ബ്രസീൽ തോക്കണം, കാരണം ബ്രസീൽ കളിച്ചില്ല, മോശം കളിയാ. ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ പടക്ക കമ്പനി പൊട്ടി.